ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32 25 ശ്ലോകം വരെയാണ് വിശദീകരിച്ചത്. ഇന്ന് തൃതീയ സ്കന്ധം അധ്യായം 32 ശ്ലോകം 26 മുതൽ ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് എടുക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരെ അജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് പറഞ്ഞ പോലെ തൃതീയ സ്കന്ധം 32-ാം അധ്യായം 26-ാമത്തെ ശ്ലോകം ആരംഭിക്കും. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വരപ്പുമാൻ ദൃശ്യാദിഭി പൃഥഗ്ഭാവേ ഭഗവാൻ ഏക ഈയതേ. അർച്ചന്മാർഗം ധൂമമാർഗം എന്നുള്ള രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള യത്നം ജ്ഞാനം കൊണ്ടാണോ ഭക്തി കൊണ്ടാണോ കർമ്മം കൊണ്ടാണോ എന്നൊക്കെയുള്ള ആശങ്കയ്ക്ക് പരിഹാരം ജ്ഞാനം എപ്പോഴാണ് ഉണ്ടാകുന്നത്, അത് എപ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും, ഈ ജ്ഞാനം ഉണ്ടെങ്കിലും ചാഞ്ചല്യം എന്നുള്ള ദോഷം ഉണ്ടാകുമോ എന്നിങ്ങനെ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ട് അതിന് പരിഹാരമായിട്ട് ജ്ഞാനമാത്രം എന്നുള്ളത് എന്താണ് എന്ന് ഒരു ശ്ലോകത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. ജ്ഞാനം മാത്രം സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ, ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. പരംബ്രഹ്മ, പരമമായ ബ്രഹ്മമാണ്, ഉത്കൃഷ്ടമായ ബ്രഹ്മസ്വരൂപം ജ്ഞാനമാത്രമാണ്. അത് പരമാത്മാ ഈശ്വരപ്പുമാൻ, അത് തന്നെയാണ് പരമാത്മാവ്, അത് തന്നെയാണ് ഈശ്വരൻ, അത് തന്നെയാണ് പുരുഷൻ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഭക്തിയായാലും കർമ്മമായാലും ജ്ഞാനമായാലും അതുകൊണ്ട് പ്രാപിക്കുന്ന ബ്രഹ്മം, പരമാത്മാവ്, ഈശ്വരൻ, പുരുഷൻ എന്നൊക്കെ നമ്മൾ ബ്രഹ്മത്തെ കാണിക്കാൻ ഒത്തിരി വാക്കുപയോഗിക്കാറുണ്ട്. ബ്രഹ്മം ഒന്നല്ലേ ഉള്ളൂ. അപ്പം പിന്നെ ഒത്തിരി വാക്കുകൾ എന്തിനാണ്? ഈ ഒരു വാക്കുകൊണ്ടത് കിട്ടില്ലേ എന്നാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നാനാരൂപത്തിൽ കാണപ്പെടുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങളും അറിയാം. ആ എല്ലാ രൂപങ്ങളിലൂടെ എത്തിച്ചേരേണ്ടത് ജ്ഞാനസ്വരൂപനായ ഈശ്വരനിലേക്കാണ്. ഏതുപോലെ ദൃശ്യാദിഭി പൃഥഗ്ഭാവേ ഭഗവാൻ ഏക ഈയത്തെ. ദൃശ്യാദികളെ കൊണ്ട് ഭഗവാനെ എന്താണ് പൃഥക് ഭാവം, ഭിന്നഭാവങ്ങൾ ഈയതെ കാണപ്പെടുന്നു. ദൃശ്യാദിഭി പൃഥഗ്ഭാവേ ഭഗവാൻ ഏക ഈയതെ, ഒന്നായിട്ട് കാണപ്പെടുന്നു. ഇപ്പം ഞാൻ കണ്ണു തുറന്നാൽ എത്രയോ ദൃശ്യങ്ങൾ എനിക്ക് കാണാൻ പറ്റും. 100 കണക്കിന് ദൃശ്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കണ്ണുകൊണ്ട് തന്നെ അറിയാൻ പറ്റും. ഈ ദൃശ്യങ്ങളെല്ലാം അറിയുന്ന കണ്ണ് ഒന്നാണ്. ആ കണ്ണ് എന്നിലാണ് ഇരിക്കുന്നത്. എന്നെ ദ്രഷ്ടാവ് എന്ന് പറയാം,
കാണപ്പെടുന്ന വസ്തുവിന് ദൃശ്യം എന്ന് പറയാം. പൂ കാണുന്നു, ആനയെ കാണുന്നു, കുതിരയെ കാണുന്നു, ആൾക്കാരെ കാണുന്നു എന്നിങ്ങനെ എത്ര വൈവിധ്യമാർന്ന നാനാത്വമായ വസ്തുക്കളെ ഒരു കണ്ണുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? സാക്ഷാത്കരിക്കുന്നു. അപ്പം ഇവിടെ ദ്രഷ്ടാവ്, ദൃശ്യം എന്ന രണ്ട് ഘടകമുണ്ട്. കാണുന്ന ആൾ, കാണപ്പെടുന്ന വസ്തു. ഇവയ്ക്ക് തമ്മിൽ ഒരു ബന്ധമുള്ളത് അറിവ് കൊണ്ടാണ്, ജ്ഞാനം കൊണ്ടാണ്. ദ്രഷ്ടാവും ദൃശ്യവും ഞാൻ കാണുന്നത് പൂവാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ ജ്ഞാനമാണ്, അറിവാണ്. ഇത് ഞാൻ അറിയുന്നില്ലെങ്കിലോ? കണ്ടു, എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒന്ന് കണ്ടു, ഇതൊരു പൂവാണ് എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്? ആ ദൃശ്യത്തെ ദ്രഷ്ടാവായ എനിക്ക് ശരിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നത് ഇവയ്ക്ക് തമ്മിലുള്ള സംബന്ധമാണ്. ആ സംബന്ധത്തിന് കാരണം ജ്ഞാനമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ദൃശ്യങ്ങൾ കോടിക്കണക്കിനുണ്ട്. ദ്രഷ്ടാവ് ഒരാളുമാണ്. ഇവയ്ക്ക് തമ്മിലുള്ള സംബന്ധം ജ്ഞാനസ്വരൂപമായ അറിവ് കൊണ്ടാണ്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ നാനാ വസ്തുക്കളിലും ആരാ ഉള്ളത്? ഈശ്വരനാണ്, ഈശ്വരനാണ്, ഈശ്വരനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ജ്ഞാനമാണ്. ഈ ജ്ഞാനമാണ് ഭക്തി കൊണ്ടായാലും എന്തുകൊണ്ടായാലും നേടേണ്ടത്. ഈ ജ്ഞാനമാണ്. എല്ലാറ്റിലും കാണപ്പെടുന്ന ചൈതന്യ വസ്തു ഒന്നാണ് എന്ന് തിരിച്ചറിവ്. നാനാ പ്രകാരത്തിൽ വിളിച്ചേക്കാം, പല പേര് വന്നിട്ടേക്കാം. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഓരോ പേര് വരും. ഞാനിപ്പോൾ നിങ്ങളെ ഭാഗവതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഗുരുവെന്നോ ആചാര്യനെന്നോ ഒക്കെ നിങ്ങളിപ്പോൾ എന്നെ വിളിക്കും. ഞാൻ കോളേജിൽ പോയി വേറൊരു ക്ലാസ് എടുക്കുകയാണ്, കാവ്യം പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ സാറെന്നായിരിക്കും വിളിക്കുക, ഗുരുവെന്നും ആചാര്യനൊന്നുമല്ല. ഈ ഞാൻ തന്നെ വണ്ടി ഒഴിച്ച് വഴിയെ പോകുമ്പോൾ വഴി നിൽക്കുന്നവർ വണ്ടിക്കകത്തിരിക്കുന്ന ഡ്രൈവറാണെന്നേ പറയും. ഗുരുവാണെന്നോ സാറാണെന്നോ അറിയണമെന്നില്ല. ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പേരാണ് ഡ്രൈവർ എന്ന്. ഇതെല്ലാം അത് തന്നെയാണ്, ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതേപോലെ ബ്രഹ്മം, പരമാത്മാവ്, ഈശ്വരൻ, ഭഗവാൻ ഓരോ പേര് വരുന്നതാണ്. ഇതെല്ലാം അത് തന്നെയാണ്, ഒരാൾ തന്നെയാണ്. ബ്രഹ്മണാത് ബ്രഹ്മ ഉച്ചതേ. വളർന്ന് വലുതാകുന്നത് കൊണ്ട് ഇതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് ഈശ്വരൻ എന്ന് വിളിക്കുന്നു. ഭാഗങ്ങൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭഗവാൻ എന്ന് വിളിക്കുന്നു. രണ്ട് ആത്മാക്കളുള്ളതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പരമമായ ആത്മാവ് ഈ ബ്രഹ്മമാണെന്നുള്ളത് കൊണ്ട് പരമാത്മാവെന്ന് വിളിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. പേരുകൾ പലതൊന്നും മാത്രമേ ഉള്ളൂ. അത് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ കിട്ടുന്ന പേരാണ്. നമുക്കൊക്കെ ഈ പേര് വരും. നമ്മളെ കുട്ടികളാണ്, ബാലന്മാരാണ്. കുറച്ച് കഴിയുമ്പോൾ ഭാര്യയാണ്, ഭർത്താവ് എന്ന് വിളിക്കും. കഴിയുമ്പോൾ അമ്മയാണ്, അച്ഛൻ എന്ന് വിളിക്കും. അമ്മൂമ്മയാണ്, അപ്പൂപ്പൻ എന്നിങ്ങനെ വിളിക്കും. ഒരാളല്ലേ വിളിക്കുന്നില്ല. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഓരോ പേരുകളാണ് അല്ലേ. നമ്മൾ എന്താണ്, ഒരു സിനിമയിൽ ആക്ട് ചെയ്താൽ ആക്ടർ എന്നേ വിളിക്കത്തുള്ളൂ. ഇതേപോലെ ഒരു വസ്തുവിന് തന്നെ പല പേരുകളിൽ കൂടി ആണ്. ദൃശ്യാദിഭി പൃഥക് ഭാവേ ഭഗവാൻ ഏക ഈയതേ, ഒന്നായിട്ട് തന്നെ പറയപ്പെടുന്നു. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വര പുമാൻ ദൃശ്യാദിഭി പൃഥക് ഭാവേ ഭഗവാൻ ഏക ഈയതേ. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മാ ഈശ്വര പുമാൻ ഭഗവാൻ ഏക ഏവ ദൃശ്യാദിഭി പൃഥക് ഭാവൈ ഈയതേ. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വര പുമാൻ ദൃശ്യാദിഭി പൃഥക് ഭാവേ ഭഗവാനേക ഈയതേ. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വര പുമാൻ ദൃശ്യാദിഭി പൃഥക് ഭാവേ ഭഗവാനേക ഈയതേ. ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിനാം യുജ്യതേ അഭിമതോപ്യർത്ഥോ യഥസംഗസ്തു കൃഷ്ണശഃ. ഏതാവാനേവ, ഏതാവാൻ ഏവ ഇത്രയും തന്നെ, ഇത്രമാത്രമുള്ള യോഗേന
എല്ലാ യോഗത്താലും സമഗ്രേണ യോഗേന സമ്പൂർണമായ യോഗത്താലും ഇഹ ഇവിടെ യോഗിനഃ യോഗികൾ യുജ്യത്തെ അഭിമതോ അപി അർത്ഥഃ അഭിമതഃ അർത്ഥഃ ഇഷ്ടപ്പെട്ട പ്രയോജനം. അഭിമതം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടത്, അർത്ഥം എന്ന് വെച്ചാൽ പ്രയോജനം. ഇഷ്ടപ്പെട്ട പ്രയോജനം യോഗികൾക്ക് യുജ്യതേ സിദ്ധിക്കുന്നു. യുജ്യതേ അഭിമതോപ്യർത്ഥോ ഇത് അസംഗസ്തു കൃഷ്ണശഃ. കൃഷ്ണം വെച്ചാൽ നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണമായത്. അസംഗഃ ഭംഗമില്ലാതിരിക്കുന്ന, പൂർണ്ണമായതും ഭംഗമില്ലാതിരിക്കുന്നതുമായ യാതൊരു ചൈതന്യത്തെയാണോ സമഗ്രമായ യോഗം കൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ഇഷ്ടപ്പെട്ട പ്രയോജനത്തെ യോഗികൾക്ക് സിദ്ധിക്കുന്നു എന്നത് ഏറ്റവും പ്രസിദ്ധമാണ്. നാനാരൂപങ്ങളായി കാണപ്പെടുന്ന എല്ലാം എന്തിനാന്ന് പറഞ്ഞു? ബ്രഹ്മമാണെന്ന് പറഞ്ഞു. അല്ലാത്തൊരു വസ്തു കൂടിയില്ല. ഒരു പൂവ് ഒരു ബ്രഹ്മമാണ്, ആന ബ്രഹ്മമാണ്, മൃഗങ്ങൾ ബ്രഹ്മമാണ്, വൃക്ഷങ്ങൾ ബ്രഹ്മമാണ്. അങ്ങനെ എല്ലാം ഒന്നാണ്, പരബ്രഹ്മമാണെങ്കിൽ അത് നിത്യസിദ്ധമാണല്ലോ. ഒരു വൃക്ഷം, ഒരു പൂവ് ബ്രഹ്മമാണെങ്കിൽ അത് എന്നും നിൽക്കണ്ടേ? നിൽക്കില്ലല്ലോ, അത് പോവില്ലേ. അപ്പം അതിനെ ബ്രഹ്മം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇത് പൂർവപക്ഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ ശ്ലോകം വരിക. ന്യായമായ ചോദ്യമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ചോദിക്കണമെന്ന് വിചാരിക്കുന്നത്, പക്ഷെ അന്നേരം നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ മാറ്റി വെക്കും, പിന്നാട്ടും വിചാരിക്കും, പിന്നെ മറന്നു പോകും. അങ്ങനെ വരുന്നതാണ് വാസ്തവത്തിൽ ഇത്. ആ ക്ലാസ്സില്ല. ആ 10 അതിനെ അങ്ങനെ നിത്യസിദ്ധമായതുകൊണ്ട് അതിനെ പ്രാപിക്കാൻ പ്രത്യേക യോഗങ്ങളൊന്നും ആവശ്യമില്ലല്ലോ, ഇല്ലേ? ഒരു പൂവിനെയോ വൃക്ഷത്തെയൊക്കെ പ്രാപിക്കാൻ പ്രത്യേകിച്ച് യോഗമൊന്നും ആവശ്യമില്ല, കാരണം അത് ബ്രഹ്മല്ലേ. അപ്പോൾ ആ ബ്രഹ്മത്തെ പ്രാപിക്കാൻ ഈ യോഗാനുഷ്ഠാനമൊന്നും വേണ്ട. മുറ്റത്ത് പണ്ട് ചെന്ന് എന്ത് ചെയ്താൽ മതി? അതെടുത്ത് മണപ്പിച്ച് അതുമായിട്ട് താല്പര്യം പ്രാപിക്കുക, അത്രയല്ലേ വേണ്ടുള്ളൂ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, എല്ലാം ബ്രഹ്മമാണെങ്കിൽ, ഈ പൂവും ബ്രഹ്മമാണെങ്കിൽ വേറെ ഈശ്വരനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഈ പൂവിനെ ആരാധിച്ച് അതിൽ കൂടി പോയാൽ മതിയല്ലോ എന്നാണ് തോന്നിക്കുന്നതെങ്കിൽ ഈ യോഗങ്ങളൊക്കെ അഭ്യസിക്കുന്നത് എന്തിനാണ് എന്ന് ആശങ്കയ്ക്ക് ഒരു പരിഹാരം പറയുകയാണ്. ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ട ജ്ഞാനയോഗം. സമഗ്രേണ യോഗേന അനേക തലത്തിലുള്ള യോഗങ്ങളുണ്ട്. അഷ്ടാംഗ യോഗങ്ങൾ ഉണ്ട്, കർമ്മയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, ധ്യാനയോഗമുണ്ട് എന്നിങ്ങനെ സകല യോഗങ്ങൾ കൊണ്ടും യോഗികൾ സാധിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഏത് യോഗാനുഷ്ഠാനത്തിലൂടെയും എത്തിച്ചേരുന്ന എവിടെയാണ്? ഒരു വിഷയത്തിലേക്കാണ്, ഒന്നിലേക്കാണ് എത്തിച്ചേരുന്നത്. അത് എല്ലാത്തിൽ നിന്നും ആസക്തിയില്ലാത്തവനായിരിക്കുക എന്നതാണ്. ഈ പലതിൽ കൂടി ഒന്നിലേക്ക് എത്താൻ പറയുന്നത് ഒന്നിനോടും ആസക്തി ഉണ്ടാവാതിരിക്കാനാണ്. അല്ലെങ്കിൽ എല്ലാത്തിനോടും എന്തുണ്ടാകും? ആസക്തി ഉണ്ടാകും. അപ്പം എല്ലാറ്റിലും ഈശ്വര തത്വം ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭൗതിക വസ്തുക്കളുള്ള ആസക്തി നമുക്ക് കുറഞ്ഞിട്ട് അതിലെ ബ്രഹ്മസാക്ഷാത്കാരത്തിനല്ലേ യത്നിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭൗതിക വസ്തുക്കളിലെല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ആസക്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാനാത്വത്തിനെ കണ്ടിട്ട് അതല്ല 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 എന്നറിഞ്ഞ് ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നേടേണ്ടതായിട്ടുമില്ല. അതുകൊണ്ട്
നിത്യസിദ്ധമായിരിക്കുന്ന ഈ ബ്രഹ്മഭാഷക്കാരൻ അതെന്നും നിത്യസിദ്ധമാണ്. അതിനെ നിരോധിക്കുന്നത്, ഇല്ലാതാക്കുന്നത് വിഷയാസക്തി എന്ന മനോദോഷമാണ്. പൂവ് കാണുമ്പോൾ ആ പൂവിനോടുള്ള സ്നേഹം, ആധമന്യം, അതിൻ്റെ മണം, അതിൻ്റെ സൗന്ദര്യം, ഭംഗി അതിൽ ലയിച്ചു പോകും. അത് ബ്രഹ്മമെന്ന വിചാരം വരില്ല. അപ്പോൾ ഭൗതിക വിഷയങ്ങളോട് ആസക്തി കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാറ്റിനെയും എന്ത് ചെയ്യാൻ പറ്റാത്തത്, യോഗാനുഷ്ഠാനം കൊണ്ട് സാക്ഷാത്കരിച്ച് ഒന്നാക്കാൻ പറ്റാത്ത ഉണ്ടാകും. മുമ്പത്തെ ചോദ്യം ഇല്ലായിരുന്നു, അതിൻ്റെ മറുപടിയാണ് ഈ ശ്ലോകം. അപ്പോൾ പല ശ്ലോകങ്ങൾക്കും ഉള്ളിൽ ഒരു ചോദ്യം അടങ്ങിയിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയാസക്തിയെ ജയിക്കാനുള്ള ഉപായമാണ് യോഗം. വിഷയാസക്തിയെ ജയിക്കണമെങ്കിൽ ഏതെങ്കിലും യോഗാനുഷ്ഠാനം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സമഗ്രേണ യോഗേന ഇഹ യോഗിനഃ യുജ്യത്തെ ചേരുന്നു, അഭിമതോപി അർത്ഥോ അഭിമതമായ അർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നു. യത് അസംഗസ്തു കൃഷ്ണശഃ സംഗ്രഹിതമായിരിക്കുക എന്നുള്ളത്, എല്ലാറ്റിൽ നിന്നും സംഘം ഉപേക്ഷിച്ചിരിക്കുക എന്നുള്ളത് ആണ് യോഗികൾ അനേക തരത്തിലുള്ള യോഗാനുഷ്ഠാനം കൊണ്ട് നേടിയെടുക്കേണ്ടത്. ഇത്ര മാത്രമാണ് ഒരു യോഗി അറിഞ്ഞ് ആരാധിക്കേണ്ടത്. ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? നാനാത്വത്തിൽ കാണപ്പെടുന്നത് പലതിലെയും നമ്മൾ എത്തിയാൽ വിഷയാസക്തി കൂടി നമുക്ക് വിഷയത്തിലേക്ക് പോകാൻ പറ്റും. അത് നിരോധിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് കടക്കാൻ പറ്റിയാൽ ബ്രഹ്മത്തിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാം ബ്രഹ്മമാണെന്ന് പറയുമ്പോഴും ഈ ഓരോ വസ്തുക്കളെയല്ല നമുക്ക് ഉപാസിക്കേണ്ടത്, അതിലുള്ള ബ്രഹ്മചൈതന്യത്തെയാണ്. അല്ലെങ്കിൽ ആസക്തിപ്പെടും. ആസക്തി കുറയ്ക്കലാണ് ഈ ബ്രഹ്മഭക്ഷണക്കാരത്തിന് പറ്റുന്ന ഏറ്റവും നല്ല വഴി. അതുകൊണ്ട് ജ്ഞാനം അനിവാര്യമാണ്. ജ്ഞാനത്തിലൂടെയാണ് ബ്രഹ്മത്തിലേക്ക് എത്താൻ പറ്റുന്നത്. പക്ഷേ പലതരത്തിലുള്ള ജ്ഞാനം അല്ല, അതൊന്നായിട്ട് തന്നെ പരിണമിക്കേണ്ടി വരും. ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിനാം യുജ്യതേ അഭിമതോപ്യർത്ഥോ യഥാ സംഗസ്തു കൃഷ്ണശാം കൃഷ്ണശഃ അസംഗഃ യത് സമഗ്രേണ യോഗേന ഏതാവാനേവ അഭിമതഃ അർത്ഥഃ യോഗിനഃ യുജ്യതേ ഹി. ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിനാം യുജ്യതേ അഭിമതോപ്യർത്ഥോ യഥാ സംഗസ്തു കൃഷ്ണശാം ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിനാം യുജ്യതേ അഭിമതോപ്യർത്ഥോ യഥാ സംഗസ്തു കൃഷ്ണശാം. ജ്ഞാനമേകം പരാചീനൈ ഇന്ദ്രിയൈർബ്രഹ്മഗുണം അവഭാത്യർത്ഥരൂപേണ ഭ്രാന്ത്യാ ശബ്ദാദിധർമ്മിണാം. ജ്ഞാനം ഏകം, ജ്ഞാനം ഒന്നായിത്തീരുന്നത് ബ്രഹ്മത്തിലാണ്. മറ്റു പലതിനും ജ്ഞാനം പലതായിട്ട് പോകും. എത്ര വസ്തുക്കളെ കുറിച്ച് അറിയുക? അപ്പോൾ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമെന്ന ഒന്നിനെ അറിയാൻ സാധിച്ചാൽ ജ്ഞാനം ഏകം. പരാചീനൈഹി ഇന്ദ്രിയൈഹി, പരാചീനം ബഹിർമുഖങ്ങളായ, പുറത്തേക്ക് മുഖമുള്ള ബഹിർമുഖങ്ങളായ ഇന്ദ്രിയൈഹി, ഇന്ദ്രിയങ്ങളൊക്കെ ബഹിർമുഖങ്ങളാണ്. കണ്ണുകൊണ്ട് പുറത്തുള്ളതേ കാണാൻ പറ്റും, ചെവി കൊണ്ട് പുറത്തുള്ളത് കേൾക്കാൻ പറ്റും, മൂക്കുകൊണ്ട് പുറത്തുള്ളത് അറിയാൻ പറ്റും, നാവ് കൊണ്ട് പുറത്തുനിന്ന് കിട്ടുന്നതേ രസിക്കാൻ പറ്റും. അപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ ബഹിർമുഖങ്ങളാണ്. കഠോപനിഷത്ത് പറയും പരാഞ്ചിഖാനി വ്യതരണ എന്ന്. ഇന്ദ്രിയങ്ങളൊക്കെ പരാങ്മുഖങ്ങളാണ്, അത് പരാചീനങ്ങളാണ്. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിർഗുണം ബ്രഹ്മ, പരാചീനങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിർഗുണം ബ്രഹ്മ അവഭാതി അർത്ഥരൂപേണ, നിർഗുണമായ ബ്രഹ്മം അർത്ഥരൂപേണ അവഭാതി, അർത്ഥരൂപത്തിൽ അർത്ഥസ്വരൂപമായിട്ട് അവഭാതി പ്രകാശിക്കുന്നു. എങ്ങനെ?
ഭ്രാന്ത്യ ശബ്ദാദിധർമ്മിണ. ഭ്രാന്തി ഭ്രമം, ശബ്ദാദിധർമ്മത്താൽ ഉള്ള ഭ്രമം കൊണ്ട് ജ്ഞാനം അറിവ് തന്നെയാണ് എന്ന് പ്രകാശിക്കുകയാണ്. എങ്ങനെയാണ് ജ്ഞാനം പ്രകാശിക്കാൻ പറ്റുന്നത് എന്ന് പറയാൻ പോവാണ്. മുമ്പത്തെ പറഞ്ഞു എല്ലാം ബ്രഹ്മമാണ്, എല്ലാറ്റിനും ഉപാസിച്ച പോരെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ബ്രഹ്മമാണെങ്കിൽ എന്തിനാണ് ആസക്തിയെ നിരോധിക്കുന്നത്? പൂവിനുള്ള ആസക്തി അവിടെ ഇരിക്കട്ടെ, അത് ആ പൂവിൽ കൂടി ലക്ഷ്യത്തിലെത്താൻ പറ്റില്ലേ? എന്തിനാ അത് വേണ്ടെന്ന് നോക്കുന്നേ? ഭൗതിക വിഷയങ്ങളോടുള്ള ആസക്തി കുറയ്ക്കണം എന്നാണല്ലോ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ട വഴി. അതെന്തിനു കുറയ്ക്കുന്നു? മനസ്സും വിഷയവും ഒക്കെ എന്തിനാണ്? ബ്രഹ്മം തന്നെയല്ലേ. മനസ്സ് ബ്രഹ്മമാണ്, ബുദ്ധി ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമാണ്, എൻ്റെ ആഗ്രഹം ബ്രഹ്മമാണ്, പൂവ് ബ്രഹ്മമാണ്, ഇതെല്ലാം തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ആസക്തിയെ വേണ്ടെന്ന് പറയുന്നത് നിഷ്ഫലമല്ലേ എന്നൊരു ചോദ്യം നമുക്ക് വേണേ ഉണ്ടാകാം. അതിൻ്റെ സമാധാനമാണ് ഈ ശ്ലോകം. അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുകയാണ്. കണ്ണുകൊണ്ട് പുറത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അകത്തുള്ളതിനെ കാണാൻ പറ്റില്ല. അപ്പൊ കണ്ണൊരു ഇന്ദ്രിയമാണ്. ആ ഇന്ദ്രിയം കൊണ്ട് സമ്പൂർണമായ വിഷയത്തെ കാണാൻ പറ്റില്ല. എൻ്റെ ഒരു അവയവമാണ് ഈ കണ്ണ്. ഈ കണ്ണുകൊണ്ട് എൻ്റെ അകത്തിരിക്കുന്ന കരള് അല്ലെങ്കിൽ ഹൃദയം കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്താ കാണാത്തെ? ഇതാണ് ഇനി സമാധാനം പറയാൻ പോവാ. അപ്പൊ കണ്ണുണ്ട്, കാണാൻ വെളിച്ചമുണ്ട്, പക്ഷെ എനിക്ക് പുറത്തുള്ളതേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ പുറത്തുള്ള വസ്തുക്കളിൽ നിന്നും എൻ്റെ ഈ ആസക്തിയെ നിയന്ത്രിച്ച് അകത്തേക്ക് വലിച്ചാൽ ഇന്ദ്രിയങ്ങളൊക്കെ അന്തർമുഖങ്ങളായി തീർന്നാൽ മാത്രമേ ഉള്ളിലുള്ളതെ കാണാൻ പറ്റൂ. ഉള്ളിലുള്ള ഈ കരളും ഹൃദയവും മാത്രമല്ല, അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ഉള്ളിൽ എന്ന് അതിനെ കണ്ടറിയാനാണ് ജ്ഞാനം ഉപകരിക്കുന്നത്. വ്യക്തമായ മറുപടി കൊടുത്തു. ഒരു പുരോക്ഷ പറയുക, അതിന് സമാധാനം പറയുക. അതുകൊണ്ട് ഈ ജ്ഞാനത്തെ ആണ് അറിയേണ്ടത്, വസ്തുക്കളെ അല്ല. നമ്മൾ വസ്തുക്കളെ മാത്രമേ അറിയുന്നുള്ളൂ, അതിൻ്റെ ജ്ഞാനം അറിയുന്നില്ല. അപ്പം നമ്മുടെ അറിവ് ബാഹ്യമാണ്, ബഹിർഗതങ്ങളാണ്, അതുപോലെ പരാചീനങ്ങളാണ്. ഇന്ദ്രിയങ്ങളും അങ്ങനെയാണ്, മനസ്സും അങ്ങനെയാണ്. അത് ആ വഴി പോവുകയുള്ളൂ. പഞ്ചഭൂതങ്ങളായിട്ട് കാണപ്പെടുന്ന 5 വസ്തുക്കൾ, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ഉണ്ടാകുന്നത്. ആ 5 വസ്തുക്കളിലും ശാശ്വതമായ ഒരു ചൈതന്യമുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു ബലമുണ്ട്. അത് ജ്ഞാനം കൊണ്ടേ തിരിച്ചറിയാൻ പറ്റൂ. പൃഥ്വി എന്ന് പറയുന്നത് മണ്ണല്ല, ആപഹ എന്ന് പറയുന്നത് വെറും വെള്ളമല്ല, തേജസ് എന്ന് പറയുന്നത് അഗ്നിയല്ല എന്ന് ഒരു തിരിച്ചറിവ് ജ്ഞാനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്താൻ ജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ട് ഭേദഭാവത്തെ നിരോധിക്കാൻ നന്നായിട്ട് പ്രയത്നിക്കണം. ഈ പ്രയത്നം ഒരു പുരുഷന് ആവശ്യമാണ്. ജ്ഞാനം ഏകം പരാചീനേഹി ഇന്ദ്രിയേഹി നിർഗുണം ബ്രഹ്മ അവഭാതി അർത്ഥരൂപേണ. അർത്ഥരൂപത്തിലാണ് നിർഗുണമായ ബ്രഹ്മം ശോഭിക്കുന്നത്. അതിനുള്ള ഭ്രമം കൊണ്ട് ശബ്ദാദിധർമ്മിണ, ശബ്ദാദികളായ ധർമ്മത്തോടു കൂടിയ അർത്ഥരൂപേണ നിർഗുണം ഏകം ജ്ഞാനം അവഭാതി. നിർഗുണവും ഒന്നുമായ ജ്ഞാനം മാത്രമാണ് ആണ് ഇവിടെ ശോഭിക്കുന്നത്. സൂര്യൻ്റെ രശ്മി
ഭൂമിയിൽ എല്ലായിടത്തും പതിയും. ആ രശ്മിയിലേക്ക് നമുക്ക് കുറച്ച് സമയം ഉദിച്ച് കുറെ കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കണ്ണഞ്ചു പോവും, കണ്ണടഞ്ഞു പോവും. അങ്ങനെ ആയാൽ പിന്നെ ഈ വസ്തു കാണാൻ പറ്റില്ലല്ലോ. ടോർച്ച് മുഖത്തേക്ക് അടിച്ചാൽ പിന്നെ ഈ ടോർച്ചിന്റെ വെളിച്ചമല്ല മറ്റൊന്നും കാണാൻ പറ്റില്ല. ചുറ്റും ഇഷ്ടം പോലെ ഇരിപ്പുണ്ടൊന്നും കാണാൻ പറ്റില്ല. അതുപോലെയാണ് അർത്ഥരൂപേണ ഭ്രാന്ത്യ അവഭാതി. അർത്ഥരൂപം കൊണ്ട്, ഒരു ഭ്രാന്തി കൊണ്ട് ശബ്ദാദികളായ ധർമ്മികളെ അവഭാതി അറിയുന്നു, തോന്നിക്കുന്നു നിർഗുണമായ ബ്രഹ്മം എന്ന്. വാസ്തവത്തിൽ അതല്ല എന്നാണ് ജ്ഞാനം ഏകം എന്ന് തിരിച്ചറിയണം. ജ്ഞാനമേകം പരാചീനൈ ഇന്ദ്രിയേ ബ്രഹ്മ നിർഗുണം അവഭാത്യർത്ഥരൂപേണ ഭ്രാന്ത്യ ശബ്ദാദിധർമ്മിണാം. പരാചീനൈ ഇന്ദ്രിയൈ ഭ്രാന്ത്യ ശബ്ദാദിധർമ്മിണ അർത്ഥരൂപേണ നിർഗുണം ഏകം ജ്ഞാനം അവഭാതി. ജ്ഞാനമേകം പരാചീനൈ ഇന്ദ്രിയൈർ ബ്രഹ്മനിർഗുണം അവഭാത്യർത്ഥരൂപേണ ഭ്രാന്ത്യ ശബ്ദാദിധർമ്മിണാം. ജ്ഞാനമേകം പരാചീനൈ ഇന്ദ്രിയൈർ ബ്രഹ്മനിർഗുണം അവഭാത്യർത്ഥരൂപേണ ഭ്രാന്ത്യ ശബ്ദാദിധർമ്മിണാം. യഥാ മഹാനഹം രൂപസ്ത്രിവൃത് പഞ്ചവിധഃ പുരാട് ഏകാദശവിധസ്തസ്യ വപുരണ്ഡം ജഗദ്യതാം. യഥാ എപ്രകാരമാണോ മഹാൻ അഹം രൂപഃ ത്രിവൃത്, മഹാൻ മഹത്വത്വം, അഹം രൂപം അഹങ്കാരം, സൃഷ്ടി അങ്ങനെയാണ് വരിക. മഹത്തത്വം അഹങ്കാരം, അതിൽ നിന്നും ത്രിവൃത്ത് മൂന്നെണ്ണം കൂടിച്ചേർന്ന് സ്വരൂപം. സത്വരജ സമസ്കിടുന്ന മൂന്ന് ഗുണങ്ങൾ, അതാണ് ത്രിവൃത്ത്. ഈ അഞ്ചെണ്ണത്തിനെ 5 വിധത്തിലാണ് ഈ ആത്മചൈതന്യം ഇരിക്കുന്നത്. ഒന്ന് ഈ ത്രിഗുണങ്ങൾ, പിന്നൊന്ന് മഹാൻ, പിന്നൊന്ന് അഹംരൂപം. മഹത്ത്, അഹങ്കാരം, തത്വം, രജസ്, തമം 5 വിധത്തിലാണ്. യഥാ മഹാൻ അഹം രൂപ ത്രിവൃത് പഞ്ചവിധ ഫ്രാറ്റ്. സ്വയം രാജിക്കുന്നവനായ ആ ശക്തി 5 വിധത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഏകാദശവിധസ്തസ്യ വപുഃ അന്തം ജഗദ്യത. 21 വിധത്തിലാണ് ഇതെല്ലാം പുരാട്ടായ സ്വയമേ പ്രകാശിപ്പിക്കുന്നവനായ ആ ബ്രഹ്മത്തിൽ യാതൊന്ന് കാരണമായിട്ട് ഈ ബ്രഹ്മാണ്ടമാകുന്ന ലോകവും അവൻ്റെ ദേഹമായി പരിണമിക്കുന്നു. ഏകമായ വസ്തു, അദ്വിതീയമായ വസ്തു ഒന്നേ ഉള്ളൂ. അതിനെ ഫൊരാട്ട് എന്ന് വേണേൽ വിളിക്കാം. അതിൽ നിന്നാണ് സത്വരജസ് തമസുകൾ എന്ന 3 ഗുണങ്ങൾ, അതിനു മുമ്പ് മഹത്ത് എന്ന തത്വം, അതിൽ നിന്നും അഹങ്കാരരൂപമായ ഞാൻ എന്നുള്ള അവസ്ഥ, പിന്നെ ത്രിഗുണങ്ങൾ എന്നിങ്ങനെ ഉണ്ടായിട്ട് അത് 21 പരിണമിക്കും. പഞ്ചമഹാഭൂതങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5 എന്നിങ്ങനെ ഏകാദശം 11 വിധത്തിൽ ലോകത്ത് കാണപ്പെടുന്നു. ഇത് ഇവിടെ എല്ലാം കാണുന്നത് സമഷ്ടി രൂപത്തിലുള്ള ഈ ബ്രഹ്മാണ്ടാത്മകമായ ലോകം ഓരോന്നും ഈശ്വരൻ്റെ വ്യഷ്ടിഗതമായ ശരീരമാണ്. ഓരോ വസ്തുവും ഓരോ ശരീരമാണ്. അതിൽ ആരിരിപ്പുണ്ട്? ഈശ്വരൻ. ഈശ്വരന് പാർക്കാനുള്ള ഉപകരണമാണ് എല്ലാവരുടെയും ശരീരം. മനുഷ്യരുടേതും പക്ഷികളുടെയും മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ ശരീരം ഈശ്വരന് അധിവസിക്കാനുള്ള ഒരു കൂടാണ്, ഉപകരണമാണ്. വപുഃ അണ്ഡം ജഗത് യതഃ. അവൻ്റെ ദേഹം ഈ ജഗത്താകുന്ന അണ്ഡമാണ്.
വേറൊന്നല്ല. അപ്പോൾ ഈ ജഗത്തിൽ എന്ന് പറഞ്ഞാൽ ഈശ്വരനർത്ഥം. കാരണം എന്താണ്? ഈശ്വരൻ ജഗത്തിൽ ഇല്ലാത്ത സമയമില്ല, സ്ഥലമില്ല. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഈശ്വരൻ. അങ്ങനെയാണെങ്കിൽ ആ എല്ലാ ചൈതന്യത്തിലും എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന ചൈതന്യം ഈശ്വരൻ തന്നെയാണ് എന്ന് 5 വിധത്തിലും 11 വിധത്തിലുമുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ എന്ത് ചെയ്യണം? ഈ അണ്ടത്തെ ആണ് അവൻ്റെ ശരീരം എന്നറിയണം. അപ്പം ഇങ്ങനെ ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ ഈശ്വരൻ തന്നെ ഈ അണ്ടമായി പരിണമിച്ചു. ആ അണ്ടത്തിൽ തൻ്റെ ശക്തി സന്നിവേശിപ്പിച്ചു. താൻ അതിൽ സ്ഥിരനായി. യഥാ മഹാനഹം രൂപസ്തൃത് പഞ്ചവിധസ്ഫുരാട് ഏകാദശവിധസ്തസ്യ വപുരണ്ടം ജഗദ്യതാം. യഥാ മഹാനഹം രൂപസ്തൃത് പഞ്ചവിധസ്ഫുരാട് ഏകാദശവിധസ്തസ്യ വപുരണ്ടം ജഗദ്യതാം. മഹാൻ അഹം രൂപഃ ത്രിവൃത്ത് പഞ്ചവിധാം ഏകാദശവിധാ ച സ്വരാട് യതഃ അണ്ഡം ജഗത്ത് തസ്യ വപുഃ. യഥാ മഹാനഹം രൂപസ്തൃവത് പഞ്ചവിധസ്ഫുരാട് ഏകാദശവിധസ്തസ്യ വപുരണ്ടം ജഗദ്യതാം. ഏതദ്വൈ ശ്രദ്ധയാ ഭക്ത്യാ യോഗാഭ്യാസേന നിത്യശാം സമാഹിതാത്മാ നിസ്സംഗോ വിരക്ത്യാ പരിവശ്യതി. ഏതദ് വൈ, ഇത് തന്നെ, ശ്രദ്ധയാ ഭക്തിയാ യോഗാഭ്യാസേന നിത്യശഃ, ശ്രദ്ധ കൊണ്ടോ ഭക്തി കൊണ്ടോ യോഗാഭ്യാസം കൊണ്ടോ നിത്യശഃ, എന്നും. അതാണ്. പലപ്പോഴും ഒരിക്കൽ പോരാ. നമുക്ക് എന്നും എന്നുള്ള പറ്റത്തില്ല. കാരണം നമുക്ക് 1000 കൂട്ടം തിരക്ക് വരുമ്പോൾ ഇത് മാറ്റി വെക്കാം. ഇത് നാളെയാട്ടെ, ഇന്നാട്ടെ, ഇന്ന് എൻ്റെ സമയം കിട്ടിയില്ല. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇത്രയൊക്കെ വരാനുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ നാമം ചൊല്ലുന്നതിനിടയിൽ ഫോൺ കോൾ വന്നാൽ അതിൻ്റെ പുറകെ പോകും. കാരണം അതിനാണ് പ്രാധാന്യം, എന്തിനല്ല, ഇതിനല്ല. ഇങ്ങനെ ശ്രദ്ധയോടെ ഭക്തിയോടെ യോഗാഭ്യാസം കൊണ്ട് എന്നും വേണം. നിത്യകർമ്മം പോലെ മുടങ്ങാതെ വേണം. നിത്യകർമ്മങ്ങൾ മുടക്കില്ലല്ലോ. നിത്യകർമ്മത്തിൽ പ്രധാനം പല്ല് തേക്കലാണ്. അതാരെങ്കിലും മുടക്കുമോ? ഇന്ന് സമയമില്ല, അതുകൊണ്ട് ഇന്ന് വേണ്ടെന്ന് വയ്ക്കാം, നാളെയാട്ടെ, നാളെ സമയമില്ലെങ്കിൽ മറ്റന്നാളാട്ടെ എന്ന് മാറ്റി വയ്ക്കുമോ? ഇല്ല. മാറ്റി വെച്ചാൽ തിരിച്ചടി ഉണ്ടാകും, റിയാക്ഷൻ ഉണ്ടാകും. അകരണേ പ്രത്യവായ സാധനാനി സന്ധ്യാവന്ദനാനി. നിത്യകർമ്മങ്ങളായ സന്ധ്യാവന്ദനം ചെയ്യാതിരുന്നാൽ അത് പ്രത്യവായ റിയാക്ഷൻ, ഒരു തിരിച്ചടി ഉണ്ടാകും, ഉറപ്പാണ്. പല്ലിലക്കാതിരുന്നാൽ എപ്രകാരമാണോ റിയാക്ഷൻ ഉണ്ടാകുന്നത്, അതുപോലെ സന്ധ്യാവന്ദനം ചെയ്യാതിരുന്നാലും എന്തുണ്ടാകും? തിരിച്ചടി ഉണ്ടാകും, ഉറപ്പാണ്. അതുകൊണ്ടാണ് നിത്യകർമ്മം എന്നിതിനെ വിളിക്കുന്നത്. എന്നും ചെയ്യണം, മുടങ്ങാതെ ചെയ്യണം. പല്ല് തേക്കാനുള്ള ശ്രദ്ധ എപ്രകാരമുണ്ടോ അതുപോലെ നാമം ചൊല്ലുന്നതിനും ശ്രദ്ധയുണ്ടാവണം. ഇത് മുടക്കാൻ പറ്റും, പോട്ടെ, പിന്നാട്ടെ, നാളെയാട്ടെ, പ്രത്യേകിച്ച് ഇപ്പോൾ കാര്യമൊന്നുമില്ല, നേരമുള്ളതുകൊണ്ട് ജപിച്ചു അത്ര തന്നെ എന്നുള്ള വിചാരം മാറ്റിയിട്ട് ഇത് എൻ്റെ സ്വധർമ്മമാണ്, ഞാൻ ചെയ്യേണ്ടതാണ്, ഇതിൽ കൂടിയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എന്നൊരു അവബോധമുണ്ടായാൽ മാത്രമേ അത് മുടങ്ങാതെ ചെയ്യാൻ പറ്റുള്ളൂ. സമാഹിതാത്മാ, എന്ത് ചെയ്യണം? ആത്മാവ്, മനസ്സ് സമാഹിതമാകണം, അടക്കിയിരിക്കണം, നിസ്സംഗനായിരിക്കണം. വിരക്തിയ, വിരക്തി കൊണ്ട് പരിപശ്യതി, കാണുന്നു എന്നുള്ളത് വൈ നിശ്ചയമാണ്. സർവപദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന പരമാർത്ഥ തത്വമായ ബ്രഹ്മം
ഒന്നാണെന്നിരിക്കെ പലത് എന്ന ഭേദഭാവനയ്ക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ആ ഭ്രമത്തെ ആദ്യം എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. പലതാണെന്നുള്ള ഭ്രമം ഇല്ലാതാക്കണം. എല്ലാറ്റിലും ബ്രഹ്മമുണ്ട്, പക്ഷേ ബ്രഹ്മം പലതാണെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. എല്ലാറ്റിലും ബ്രഹ്മമുണ്ട്, ബ്രഹ്മമില്ലാത്ത സ്ഥലമില്ലല്ലോ ഇവിടെ. അങ്ങനെയാണെങ്കിൽ എല്ലാറ്റിലും ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ എല്ലാ പദാർത്ഥങ്ങളും ബ്രഹ്മസ്വരൂപമാണ് എന്നാണെങ്കിൽ പിന്നെ ഭേദത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഒന്ന് തന്നെയല്ലേ. അതുകൊണ്ട് ആ ഭ്രമത്തെ മാറ്റി നിർത്തണമെങ്കിൽ ശ്രദ്ധ വേണം, ഭക്തി വേണം, യോഗാഭ്യാസം വേണം, മുടങ്ങാതെ ചെയ്യണം. അങ്ങനെ മനസ്സ് അടക്കി നിസ്സംഗനായി വിരക്തിയോടുകൂടി ഈ തത്വത്തെ കാണാൻ പറ്റും. അല്ലെങ്കിൽ പൂവിൽ പൂ മാത്രമേ കാണുള്ളൂ. അതിൻ്റെ അകത്ത് പൂവല്ല, ഈ പൂവിനെ വിടരാൻ സഹായിച്ച ഒരു ആത്മതത്വമെന്ന ശക്തി അതിനകത്തുണ്ട്. നമ്മളാരും പറഞ്ഞിട്ടല്ലോ ഈ പൂ വിടർന്നത്. ഇല്ലേ? രാവിലെ കൃത്യം 5:45 പൂ വിടർന്നോണം എന്ന് തലേദിവസം പറഞ്ഞ് ചട്ടം കെട്ടി വെച്ചാൽ വിടരുമോ? ഇല്ല. അതിനെ വിടരാനുള്ള ഒരു ചോദന അതിൻ്റെ ഉള്ളിലുണ്ട്. ആ ചോദന പൂർണ്ണമാകുമ്പോൾ പൊട്ടി വിടരും. നമ്മളാരും പറഞ്ഞിട്ടല്ല. ഈ ചോദനയ്ക്കാണ് പരമാത്മാവ്, ബ്രഹ്മം, ഈശ്വരൻ, ഭഗവാൻ എന്ന് വിളിക്കുക. ഇതാരുണ്ട്? എല്ലാവരിലും ഉണ്ട്. ഇതെല്ലാവരിലും ഉണ്ട് എന്ന് കരുതി എല്ലാം ബ്രഹ്മമാണെന്ന് കണ്ട് കൈകെട്ടിയിരിക്കാൻ പറ്റില്ല. എല്ലാറ്റിലും ഞാനുണ്ട്, എല്ലാം എന്നിലുണ്ട് എന്നുള്ളത് എന്താണ്? ആലോചിച്ച് കണ്ടുപിടിക്കണം. ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യണം? പെട്ടെന്ന് കിട്ടില്ല. എല്ലാം ഞാനാണ്. ഇപ്പം ഈശാവാസ്യമില്ല, സർവം കുഴപ്പമില്ല. അപ്പം ഈ ഒരു അവബോധത്തിൽ കൂടി എത്തേണ്ടത് അദ്വൈതമെന്ന ലക്ഷ്യത്തിലേക്കാണ്. ഏതദ്വൈ ശ്രദ്ധയാ ഭക്ത്യാ യോഗാഭ്യാസേന നിത്യശാം സമാഹിതാത്മാ നിസ്സംഗോ വിരക്ത്യാ പരിപശ്യതീം ശ്രദ്ധയാ ഭക്ത്യാ നിത്യശഃ യോഗാഭ്യാസേന വിരക്ത്യാ സമാഹിതാത്മാ നിസ്സംഗഃ ഏതത് പരിപശ്യതി വൈ. ഏതദ്വൈ ശ്രദ്ധയാ ഭക്ത്യാ യോഗാഭ്യാസേന നിത്യശാം സമാഹിതാത്മാ നിസ്സംഗോ വിരക്ത്യാ പരിപശ്യതി. ഏതദ്വൈ ശ്രദ്ധയാ ഭക്ത്യാ യോഗാഭ്യാസേന നിത്യശാം സമാഹിതാത്മാ നിസ്സംഗോ വിരക്ത്യാ പരിപശ്യതി. ഇത്യേതത് കഥിതം കുർവി ജ്ഞാനം തദ് ബ്രഹ്മദർശനം യേന അനുബുദ്ധ്യേത തത്വം പ്രകൃതേ പുരുഷസ്യജാം. ഇത് ഏതത് കഥിതം, ഇത് ഇങ്ങനെ ഞാൻ പറയപ്പെട്ടിരിക്കുന്നു. ഗുരുവി എന്നുള്ള സംബോധനയാണ്. പൂജിക്കപ്പെടേണ്ടവളെ, ആദരിക്കപ്പെടേണ്ടവളെ, ഗുരുവായവളെയാണ് ഗുരുവി എന്ന് വിളിക്കുക. മകൻ അമ്മയെ വിളിക്കുന്ന സംബോധന അമ്മ എന്നുള്ളതൊക്കെ മാറ്റിയിട്ടിപ്പം ഗുരുവി എന്നൊരു സംബോധനയിലേക്കായി. ഹേ ഗുരുവി, ഇത് ഏതത് കഥിതം ജ്ഞാനം തദ് ബ്രഹ്മദർശനം. ബ്രഹ്മദർശനത്തിൻ്റെ കാരണമായ ഈ ജ്ഞാനം ഞാൻ ഇതുവരെ പറയപ്പെട്ടു. ജ്ഞാനാദേവതു കൈവല്യം, ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റൂവെന്ന് പല ഉദാഹരണങ്ങൾ കൂടി ഞാൻ ഇതുവരെ ബോധ്യപ്പെടുത്തി. ഇത്യേതത് കഥിതം ഗുർവി ജ്ഞാനം തദ് ബ്രഹ്മദർശനം ഏന അനുബുദ്ധ്യേത തത്വം പ്രകൃതേഹ പുരുഷസ്യ. ഇതുകൊണ്ട് ഈ ജ്ഞാനം കൊണ്ട് അവബുദ്ധ്യേത ബോധ്യപ്പെടണം. പ്രകൃതേഹ പുരുഷസ്യ തത്വം, പ്രകൃതി പുരുഷന്മാരുടെ തത്വത്തെ എന്ത് ചെയ്യണം? ബോധ്യപ്പെടണം. ഈ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് എന്നർത്ഥം. ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായിരിക്കുന്ന ഈ ജ്ഞാനം ഉപനിഷത്തുകളിലൊക്കെ നിരന്തരമായും പ്രതിപാദിക്കുന്ന ഈ ജ്ഞാനം
അത് ഭേദബുദ്ധി ഉണ്ടാക്കുന്നതല്ല, അഭേദത്തെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രകൃതിയുടെയും പുരുഷൻ്റെയും പരമാർത്ഥ നില എന്താണെന്ന് അനുക്രമമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ അറിവ് ഉണ്ടാവുകയുള്ളൂ. അതുവരെ ഇതല്ല 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 എന്നല്ലാതെ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഉണ്ടാകും. ഇത്യേതത്കഥിതം കുർവീ ജ്ഞാനം തദ് ബ്രഹ്മദർശനം ഏനാനുബുദ്ധ്യേതതത്വം പ്രകൃതേ പുരുഷവ്യചാം. ഹേ കുർവീ, ബ്രഹ്മദർശനം തത് ഏതജ്ഞാനം ഇതി കഥിതം ഏന പ്രകൃതേഃ പുരുഷസ്യ തത്വം അനുബുദ്ധ്യേത. ഇത്യേതത് കഥിതം കുർവീ ജ്ഞാനം തദ് ബ്രഹ്മദർശനം ഏനാനുബുദ്ധ്യേത തത്വം പ്രകൃതേ പുരുഷവ്യചാം. ഇത്യേതത് കഥിതം കുർവീ ജ്ഞാനം തദ് ബ്രഹ്മദർശനം ഏനാനുബുദ്ധ്യേത തത്വം പ്രകൃതേഃ പുരുഷവ്യചാം. ജ്ഞാനയോഗശ്ച മന്നിഷ്ഠോ നൈർഗുണ്യോ ഭക്തിലക്ഷണം ദ്വയോരപ്യേക ഏവാർത്ഥോ ഭഗവത് ശബ്ദലക്ഷണം. ജ്ഞാനയോഗമാകട്ടെ മന്നിഷ്ഠ, എന്നിലേക്ക് ഉറച്ചതാണ്, എന്നിലേക്ക് വന്നു ചേരുന്നതാണ് ജ്ഞാനം. നൈർഗുണ്യ ഭക്തിലക്ഷണ, നിർഗുണമായ ഭക്തിയുടെ ലക്ഷണത്തെ. നൈർഗുണ്യം, നിർഗുണം, ഗുണാതീതമായ ഭക്തി. നമ്മുടെ ഭക്തിക്കൊക്കെ ഓരോ ലക്ഷ്യങ്ങൾ. 3 ഗുണങ്ങളാണ് നമുക്കുള്ളത്. ഭക്തിക്ക് 3 ഭാഗമുണ്ട്: സാത്വിക ഭക്തി, രാജസ ഭക്തി, താമസ ഭക്തി. സാത്വിക ഭക്തി നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് എനിക്ക് വേണ്ടത് മോക്ഷമാണ് എന്നുള്ള ചിന്ത അതിനകത്ത് കിടക്കുമ്പോൾ ആ സത്വഗുണം അതിനെ ബാധിച്ചിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. രജോ ഗുണം അതല്ല, സ്വന്തം ആവശ്യങ്ങൾ ധാരാളം ഈശ്വരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് കാര്യം നേടുക. തമോ ഗുണം അതല്ല, അവനെ നശിപ്പിച്ചിട്ട് എനിക്ക് കാര്യം നേടണം. ഈ നശിപ്പിക്കാനും നമ്മൾ എന്ത് ചെയ്യും? അമ്പലത്തിൽ പോയി വഴിപാടും പൂജയും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യും, മറ്റൊരാളെ എന്ത് ചെയ്യാൻ വേണ്ടി? ഇല്ലാതാക്കാൻ. ആ ഭക്തിയുടെ പേരാണ് ഈ തമോ ഗുണത്തിൽ അധിഷ്ഠിതമായ ഭക്തി എന്ന്. 3 തരത്തിൽ ഉള്ള ഭക്തിയുണ്ട്. ആ ഭക്തിയുടെ ഭേദപ്രഭേദങ്ങളെ നന്നായി അറിഞ്ഞിട്ട് വേണം ഈ ഭക്തി യോഗം അനുഷ്ഠിക്കാൻ. അതുകൊണ്ടാണ് നിർഗുണമായ ഭക്തി, നൈർഗുണ്യോ ഭക്തി. 3 ഗുണവും ഇല്ലാത്ത ഭക്തിയാണ് വേണ്ടത്. ഭക്തി കൊണ്ട് ഒരു ഉദ്ദേശമില്ല. വേറൊരാളെ കൊല്ലാനല്ല, ഉപദ്രവിക്കാനല്ല, എനിക്ക് എന്തെങ്കിലും നേടാനല്ല, മോക്ഷം പോലും നേടാനല്ല. എന്നിങ്ങനെ ഗുണാതീതമായ ഭക്തി കൊണ്ട് ആർക്കാണോ ഉള്ളത്? മന്നിഷ്ഠ, എന്നിലുറച്ച ഭക്തി. ജ്ഞാനയോഗശ്ച, ജ്ഞാനയോഗവും. ദ്വയോഹോ അപി ഏക ഏവാർത്ഥോ ഭഗവത് ശബ്ദലക്ഷണ. ദ്വയോഹോ, രണ്ടെണ്ണങ്ങളിൽ വെച്ച് ഏക ഏവ അർത്ഥ, രണ്ടെണ്ണങ്ങളിൽ വെച്ച് അർത്ഥ ഏക ഏവ, ലക്ഷ്യം പ്രയോജനം ഒന്നു മാത്രമാണ്. രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഒരു സ്ഥലത്തെത്താൻ പല വഴികളുണ്ടാവും. മെയിൻ വഴിയുണ്ട്, കുറുക്കു വഴിയുണ്ട്, ഇതിലെ ഇടക്കൂടെ കയറി അപ്പുറത്തിറങ്ങാം, ആ വഴി കൂടെ വളഞ്ഞു വരാം. വഴികൾ പലതുണ്ട്, പക്ഷേ ഇത് എല്ലാ വഴിയിപ്പോൾ ഇവിടെ എത്തും, ഒരിടത്ത് എത്തുക. അതേപോലെയാണ് ദ്വയോഹോ അപി ഏക ഏവാർത്ഥോ ഭഗവത് ശബ്ദലക്ഷണ. നിർഗുണമായ ജ്ഞാനയോഗം കണ്ടില്ലേ? ഭക്തി നിർഗുണമായാൽ അത് ജ്ഞാനയോഗമായി.
അതേപോലെ ഭഗവാനോട് പരമമായ പ്രേമമുള്ള ഭക്തി, ഇത് രണ്ടും എൻ്റെ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കാൻ പര്യാപ്തമായ വഴിയാണ്. സാഖ്യമുണ്ട്, യോഗമുണ്ട്, വൈശേഷികമുണ്ട്, മീമാംസയുണ്ട്, വേദാന്തമുണ്ട്, പലതരത്തിൽ ശാസ്ത്രങ്ങൾ ഇവിടെ നിലനിൽപ്പുണ്ട്. ആ ഒരു സാധകനെ ഒരു ഫലത്തെ സാധിപ്പിക്കുന്ന മാർഗങ്ങൾ എന്നല്ലാതെ ഒന്നിന് മറ്റൊന്നിനേക്കാൾ നീചഭാവമില്ല. ഒരു സാധകന് അയാൾ ആഗ്രഹിക്കുന്ന ഫലത്തെ സാധിച്ചു കൊടുക്കാൻ ഉള്ള മാർഗങ്ങൾ രണ്ടെണ്ണമുണ്ട്. അതാണ് ജ്ഞാനയോഗമെന്നും ഭക്തിയോഗമെന്നും രണ്ടിനും കൂടി ഒരു സാധകന് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ജ്ഞാനയോഗശ്ചമന്നിഷ്ടോ നൈർഗുണ്യോ ഭക്തിലക്ഷണാം ദ്വയോരപ്യേക ഏവാർത്ഥോ ഭഗവത് ശബ്ദലക്ഷണാം. നൈർഗുണ്യഃ മന്നിഷ്ടഃ ജ്ഞാനയോഗഃ ഭക്തിലക്ഷണഃ യോഗഃ ച ദ്വയോഃ അപി ഭഗവത് ശബ്ദലക്ഷണഃ അർത്ഥഃ ഏകഃ ഏവ. ജ്ഞാനയോഗശ്ചമന്നിഷ്ടോ നൈർഗുണ്യോ ഭക്തിലക്ഷണാം ദ്വയോരപ്യേക ഏവാർത്ഥോ ഭഗവത് ശബ്ദലക്ഷണാം. ജ്ഞാനയോഗശ്ചമന്നിഷ്ടോ നൈർഗുണ്യോ ഭക്തിലക്ഷണാം ദ്വയോരപ്യേക ഏവാർത്ഥോ ഭഗവത് ശബ്ദലക്ഷണാം. യഥേന്ദ്രിയേ പൃഥക്ത്വാരൈരർത്ഥോ ബഹുഗുണാശ്രയാം ഏകോ നാനായതേ തദ്വത് ഭഗവൻ ശാസ്ത്രവർമ്മഭിः. യഥാ ഇന്ദ്രിയൈഃ പൃഥക്ദ്വാരൈഃ അർത്ഥോ ബഹുഗുണാശ്രയഃ. പൃഥക്ദ്വാരൈഃ ഇന്ദ്രിയൈഃ, ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും ഓരോ വഴിയാണ്, മാർഗമാണ്. കണ്ണിൻ്റെ വഴിയല്ല ചെവിയുടെ വഴി, ചെവിയുടെ വഴിയല്ല മൂക്കിൻ്റെ വഴി. അപ്പോഴേക്കെല്ലാം ഭിന്നങ്ങളായ മാർഗങ്ങൾ, വഴികൾ ഉണ്ട്. യഥാ ഇന്ദ്രിയൈഃ പൃഥക്ദ്വാരൈഃ, എപ്രകാരമാണോ വേർപെട്ട് ദ്വാരങ്ങളോട് കൂടിയ ഇന്ദ്രിയങ്ങളാൽ അർത്ഥഃ ബഹുഗുണാശ്രയഃ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അർത്ഥം ബഹുഗുണാശ്രയഃ, പലതരത്തിലുള്ള ഗുണത്തെ ആശ്രയിക്കുന്ന അർത്ഥത്തെ ഏകോ നാനായതേ, ഒന്നേ ഉള്ളൂ, പലതായിട്ട് തോന്നിക്കുന്നതാണ്. നാനായതേ തദ്വത് ഭഗവാൻ ശാസ്ത്രവത്മഭി, അതുപോലെയാണ് ഭഗവാൻ ശാസ്ത്രവഴികളിലൂടെ, ശാസ്ത്രവർത്തുമ എന്ന് വെച്ചാൽ മാർഗം, വഴി എന്ന്, ശാസ്ത്രവഴികളിലൂടെ, ശാസ്ത്രമാർഗത്തിലൂടെ. ഇപ്പം എല്ലാവർക്കും എത്തിച്ചേരേണ്ടത് ഒന്നാണ്. മാർഗങ്ങൾ പലതുണ്ട് എന്നേ ഉള്ളൂ. രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധമുണ്ട്, സ്പർശമുണ്ട് എന്നിങ്ങനെ പല ഗുണങ്ങളെയോ ആശ്രയിച്ചുള്ള പല പദാർത്ഥങ്ങൾ ഇവിടെ നിലനിൽപ്പുണ്ട്. അത് എങ്ങനെ ധരിക്കാൻ പറ്റും എന്നാണെങ്കിൽ, ഒരു പദാർത്ഥത്തെ നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അറിയാൻ പറ്റും. പഞ്ചസാര, പഞ്ചസാര നമുക്ക് കണ്ണുകൊണ്ട് കണ്ടറിയാം. കാണുമ്പോൾ പഞ്ചസാരയാണ് തിരിച്ചറിയാം. മൂക്ക് കൊണ്ടൊരു ചെറിയ ഗന്ധം അതിൻ്റെ കിട്ടും, അത് തിരിച്ചറിയാം. ആരെങ്കിലും ഇത് പഞ്ചസാരയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പഞ്ചസാരയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. നാവിലിട്ട് നുണഞ്ഞ് ഇറക്കി കഴിയുമ്പോൾ പഞ്ചസാരയുടെ മാധുര്യരസം അനുഭവിക്കുകയും ചെയ്യാം. അപ്പം ഈ 5 വഴികൾ കൂടി, ജ്ഞാനേന്ദ്രിയങ്ങൾ കൂടി ഒരു വസ്തുവിനെ പലതായിട്ടാണ് നമ്മൾ, മധുരമുള്ളതായിട്ട്, മണമുള്ളതായിട്ട്, ഗുണമുള്ളതായിട്ട് എന്നിങ്ങനെ പലതായിട്ട് അറിയും. ഇതുപോലെയാണ് ഭഗവാനെ അറിയാൻ പല ശാസ്ത്രങ്ങൾ. അത്രേ ഉള്ളൂ. സാഖ്യം, യോഗം, മീമാംസ,
അദ്വൈതം, ദ്വൈതം എന്നിങ്ങനെ ഓരോ പേരിൽ അറിയപ്പെടുന്നതാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം. അതിന് ഉദാഹരണം പറഞ്ഞതാണത്. അതുകൊണ്ട് രണ്ട് വാദവും ശരിയാണ്. ഭക്തിയും ജ്ഞാനവും ശരിയാണ്. ഒന്നിനേക്കാൾ കുറവല്ല, കൂടുതലല്ല. രണ്ടിനും അതാതിൻ്റേതായ കരുത്തും ബലവും ഉണ്ട് എന്ന് ഉറപ്പിക്കാം. യഥേന്ദ്രിയൈഃ പൃഥക്ത്വാരേऽർത്ഥോ ബഹുഗുണാശ്രയാം ഏകോ നാനായതേ തദ്വത് ഭഗവൻ ശാസ്ത്രവർത്മഭിः. ബഹുഗുണാശ്രയഃ ഏകഃ അർത്ഥഃ പൃഥക്ദ്വാരः ഇന്ദ്രിയൈः നാനാ യഥാ ഈയതേ തദ്വത് ഏകഃ ഭഗവാൻ ശാസ്ത്രവർത്മഭിः നാനാ ഈയതേ. യഥേന്ദ്രിയേ പൃഥക്ദ്വാരേऽർത്ഥോ ബഹുഗുണാശ്രയാം ഏകോ നാനായതേ തദ്വത് ഭഗവാൻ ശാസ്ത്രവർത്മഭിः. യഥേന്ദ്രിയേ പൃഥക്ദ്വാരേऽർത്ഥോ ബഹുഗുണാശ്രയാം ഏകോ നാനായതേ തദ്വത് ഭഗവാൻ ശാസ്ത്രവർത്മഭിः. ഇനി 3 ശ്ലോകം ഒന്നിച്ചർത്ഥം പറയേണ്ടതാണ്. നമുക്ക് ഇത്തിരി കൂടുതൽ സമയം എടുക്കേണ്ടി വരും. നമുക്കിവിടെ ഉപസംഹരിക്കാം. ഇനി അടുത്ത 34, 35, 36 മൂന്നും ഒന്നിച്ച് അർത്ഥം പറയേണ്ടതാണ്. അപ്പം ഇത്തിരി സമയം കൂടുതൽ എടുക്കേണ്ടി വരും. നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഈ 34 നമുക്കിവിടെ ഉപസംഹരിക്കാം. നാളെ ക്ലാസ്സില്ല എന്ന് ഒന്നറിയിക്കാനാണ്. ഇവിടെ കർക്കിടമാസം പ്രമാണിച്ചുള്ള ഒരു പൂജയുടെ ഏർപ്പാടായതുകൊണ്ട് നാളെ വൈകുന്നേരം ക്ലാസ്സില്ല. ഇനി അടുത്ത ആഴ്ച ഉണ്ടാവുള്ളൂ, ചൊവ്വാഴ്ച. അതറിയിച്ചുകൊണ്ട് ഇന്ന് ഉപസംഹരിക്കാം. അതിനുശേഷം സംശയമുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.